ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കുട്ടീനെ കാണാൻ പോകുന്നത്, ചെറിയ കുട്ടിയാണ്. ഇന്ന് 40ാമത്തെ ദിവസമാണ് ഗൈസ്. അപ്പോൾ ഫംഗ്ഷനായിട്ട് ഇത് അപ്പോൾ എല്ലാവരും കയറാൻ വേണ്ടി ഇന്ന് നിൽക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്ന് ആരുണ്ട്? അർസ് കുട്ടിയുണ്ട്. എല്ലാവരും ഇന്ന് വയലറ്റാണ് കേട്ടോ. പപ്പ ഒഴിച്ച് ബാക്കി എല്ലാവരും വയലറ്റാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പോണ മുന്നേ എടുത്ത ഫോട്ടോ ആണ്. ഇന്ന് എല്ലാവരും പെർപ്പിളാണ് കേട്ടോ. പപ്പ ഒഴിച്ച് ബാക്കി എല്ലാവരും പെർപ്പിളാണ്. 5-ാം മൈലാണ് കേട്ടോ ഈ വീടുള്ളത്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇല്ല. എൻ്റെ പപ്പാൻ്റെ സിസ്റ്ററിൻ്റെ ഇളയച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ. ഗേളാണ്. ഇന്നേക്ക് 40 ഡേയ്സായി. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് സുന്നത്ത് നോമ്പ് എടുക്കുന്ന ദിവസമാണ്. ബട്ട് ഇന്ന് ഫങ്ഷൻ ആയ കാരണം ഞാൻ സുന്നത്ത് നോമ്പ് എടുത്തിട്ടില്ല. ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ഇനി നാളെ തൊട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അവിടെ ഇനി എത്തിയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. പപ്പ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇതാണ് ഗൈസ് ആ വീടിൻ്റെ ഒരു എൻട്രി. നല്ല പച്ചപ്പുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീനറി ഹൗസാണ് ഗൈസ് ഇത്. ഗൈസ് ചുറ്റും എന്തൊരു പ്ലാന്റ്സാണ്. എല്ലാ കളറുള്ള പച്ച കളറുള്ള പ്ലാന്റ്സാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ ഒരു മനോഹരം. അത് കാരണം വീട്ടിൽ കയറണ ആ ഭാഗത്തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഒന്നാമത് പിന്നെ ചെടി പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ഓക്സിജനൊക്കെ തരുന്നതാണ്. ഇതാ നമ്മുടെ സയാനാണ് ഗൈസ് ഇത്. എൻ്റെ വോയിസ് ശരിയാവുന്നേ ഉള്ളൂ. 600 സെലിബ്രേഷൻ വീഡിയോ ചെയ്യുന്നപ്പോൾ പിന്നെ അങ്ങനെ പനി പിടിച്ചാണ്. ഇപ്പം റിക്കവറായി വരുന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ സയാനും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരുടെ ഒപ്പം കളിക്കായിരുന്നു. ഇതാ കുട്ടി നല്ല ഭംഗിയുണ്ടല്ലേ. മാഷാ അല്ലാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് മറക്കരുത് ഒരിക്കലും. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. ബിരിയാണി മട്ടൻ ബിരിയാണി ആയിരുന്നു. സൂപ്പറായിരുന്നു. ആരെ വെച്ചെന്ന് എനിക്കറിയില്ല. ബട്ട് അടിപൊളിയായിട്ടുണ്ട്. ചിടുലൻ ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ നല്ല കാറ്റ്, നല്ല ആംബിയൻസ്, നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കാറ്റ് വന്നൊക്കെ അടിക്കുമ്പോൾ എന്താ അല്ലേ സുഖം. ഇപ്പോഴൊന്നും ഇങ്ങനെ കിട്ടില്ല. ചില വീട്ടിലൊക്കെയാണ് ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിൽ ടെറസിൽ ഇതേപോലെയായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ കൂടുതലും സയാൻ്റെ ആ കുട്ടികളുടെ ഒപ്പം ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ താഴോട്ടെത്തി. ഇത് കുട്ടീൻ്റെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഗൈസ്. സയാൻ നിനക്ക് വേണ്ടി യോ എന്ന് പറയുന്നുണ്ട് ഗൈസ്. നമ്മളിവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. അപ്പം നമ്മളെന്താ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ സയൻ അവരൊക്കെ കൂടി കുറേ ഗെയിം കളിച്ചു. നന്നായി എൻജോയ് ചെയ്തു. സയനാണെങ്കിൽ ക്രിസ്ത്യാനോൻ്റെ സെലിബ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. എന്താണെന്നറിയില്ല, ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.